Assalamualaikum. Welcome to Faayu'z Wonder World. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ്. സോ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ചിക്കൻ ബിരിയാണി റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഓയിൽ ആഡ് ചെയ്യുക. ഇത് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഇവിടെ ചിക്കൻ നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കന് അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1.5 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ സെയിം ഓയിലിലോട്ട് തന്നെ നമ്മൾ 8 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, 6-7 പച്ചമുളക്. നമ്മളുടെ എരിവിന് അനുസരിച്ച് നമുക്കിതിന് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായി വഴന്ന് വരുമ്പോൾ ഒരു 5 തക്കാളി നീളത്തിലരിഞ്ഞത് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില. ഇനി നമ്മൾ ഇതിലേക്കുള്ള പൊടികളൊക്കെ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാമാണ് ഇതിലേക്കുള്ള പൊടികൾ. അതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് അടച്ച് വേവിക്കാൻ വെക്കാം. നമ്മൾ സിമ്മിലിട്ടിട്ടാണ് അത് ഒന്ന് വേവിക്കാൻ വെക്കണം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കാം. അതിന് നമ്മളൊരു പാനിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില. ഇനി നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കിലോ അരിയാണ്. അത് നന്നായി കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് വെള്ളം നമ്മൾ അരിന് നമ്മൾ ഊറ്റിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. അതിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ടാണ് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ആ സെയിം ഗീയിലോട്ട് തന്നെ സവാള നീളത്തിലരിഞ്ഞതും ഒന്ന് ആഡ് ചെയ്തിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ മസാലയും റൈസും ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. രണ്ടും ഹാഫ് ആക്കിയിട്ട് മസാല നമ്മൾ പാനിൻ്റെ അടിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈവൻലി നമ്മൾ റൈസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചില്ലേ, നട്ട്സും റൈസിൻസും ഒക്കെ, ആ ഗീ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യും. പിന്നെ കുറച്ച് നട്ട്സും റൈസിൻസും കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയും റൈസും ഒക്കെ അതേപോലെ ഈവൻലി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ കുറച്ചുകൂടെ മല്ലിയിലയും അതുപോലെ തന്നെ നട്ട്സും റൈസിൻസും ഒക്കെ കുറച്ച് അധികം ഇട്ടാൽ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാവും. ഇനിയാണ് നമ്മൾ ദം ഇടുന്ന പരിപാടി. അതിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ ഗീ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗീ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലിഡ് ക്ലോസ് ചെയ്തിട്ട് സിമ്മിൽ കുറച്ച് നേരം വെക്കണം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.